തന്നെയാണ് നമുക്ക് സുപരിതനായ കർത്താവിന്റെ ദാസൻ റോയ് തോമസ് പാസ്റ്റർ നമ്മളോട് ദൈവവചനം സംസാരിക്കുമ്പോൾ ക്യാമ്പിന് വരികയും ക്യാമ്പിന് വേണ്ട ഉത്തരവാദിത്തങ്ങളൊക്കെ നൽകി തന്ന കർത്താവിന്റെ ദാസൻ ഇന്ത്യക്കാരുടെ ഇടയിൽ, എറണാകുളത്ത് പാർത്ത ഹിന്ദിക്കാരുടെ ഇടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സ്തോത്രം. തുടർന്നുള്ളതായ 25 മിനിറ്റ് കർത്താവിന്റെ ദാസൻ നമുക്ക് ആവശ്യമായ ദൈവവചനം നൽകി തരുവാനിടയിൽ ഒരു പ്രാർത്ഥനയോട് നമുക്ക് ദിവസത്തിലായിരിക്കാം. അല്ലെങ്കിൽ ആ കർത്താവിന്റെ ദാസനെ വചന ശുശ്രൂഷയ്ക്കായി ക്ഷണിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. വോയിസ് ക്ലിയർ ആണല്ലോ അല്ലേ? താങ്ക് യു വെരി മച്ച്. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. വീണ്ടും ചില നാളുകൾ കഴിഞ്ഞ് കൂട്ടായ്മയിൽ വരുവാൻ, ഒരുമിച്ച് നിങ്ങളോട് അല്പസമയം ചെലവഴിക്കുവാൻ ദൈവം തന്ന അവസരത്തിനായിട്ട് സ്തോത്രം. തിരുവചനത്തിൽ നിന്ന് പങ്കിടുവാൻ ദൈവം തന്ന സൗഭാഗ്യത്തിനായിട്ട് അവസരം ഒരുക്കി തന്ന പാസ്റ്റർ വർഗീസ് ബേബി, DPM-ലുള്ള എല്ലാ ലീഡേഴ്സിനോടും ഞാൻ ദൈവസ്നേഹത്തിൽ നന്ദി പറയുന്നു. ഇന്നത്തെ മീറ്റിംഗ് നയിക്കുന്ന പാസ്റ്റർ ജെയിംസ് വർഗീസ്, സുപരിചിതരായ ചില മുഖങ്ങളിൽ പാസ്റ്റർ MK സക്കറിയ ഉണ്ട്, പ്രിയ ജോയിങ്ങളുണ്ട്, പ്രിയ രാജനങ്ങളെ കാണുന്നു, പാസ്റ്റർ ആന്റി ഉണ്ട്. പാസ്റ്ററോട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ സംസാരിച്ചാണ്. ഏവർക്കും പ്രത്യേകിച്ച് എന്റെ സ്നേഹം നൽകി. ബാക്കി എല്ലാ പ്രാർത്ഥനാ യോദ്ധാക്കളായ നിങ്ങളെ ഓർക്കുമ്പോൾ തന്റെ രാജ്യം വിറയ്ക്കുന്ന, അല്ലെ താൻ തന്നെ വിറയ്ക്കുന്ന, ശത്രുവായവൻ വിറയ്ക്കുന്ന ഒരു നിലവാരത്തിലുള്ള യോദ്ധാക്കളാണെന്ന് എനിക്ക് വ്യക്തമായ ബോധ്യമുണ്ട്. പ്രാർത്ഥനയുടെ ഇമ്പസ്വരം ചെവിയിൽ കേൾക്കുമ്പോൾ ആ ഒരു ബോധ്യം ദൈവത്തോട് നമ്മൾ ചേർന്ന് നിൽക്കും തോറും, ദൈവത്തിന്റെ കൽപ്പനകളോട് നമ്മൾ ചേർന്ന് നിൽക്കും തോറും അസാധാരണമായ അനുഗ്രഹങ്ങളുടെ വാതിൽ ദൈവം തുറക്കുകയാണ്. അനുഗ്രഹങ്ങൾ എന്ന് ഞാൻ പറയുന്നത് എളുപ്പം എല്ലാം ഭൗതിക മേഖലകളിൽ മാത്രമല്ല. ഓഫ് കോഴ്സ് ഭൗതിക മേഖലകളിലും അനുഗ്രഹങ്ങൾ വേണം. ചിലര് നമ്മുടെ മലയാളത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്, ഒന്നിയിൽ ആശാന്റെ നെഞ്ചത്ത് അല്ലെങ്കിൽ കളരിക്ക് പുറത്ത്. ചിലര് ആത്മീയതയുടെ വിഷയങ്ങൾ മാത്രം അവതരിപ്പിച്ച് ഭൗതികതകളെ ഞാൻ അതിനെക്കുറിച്ച് പ്രാർത്ഥിക്കാറില്ലെന്ന് പറയും. ചെറുപ്പത്തിൽ, എന്റെ ബാല്യത്തിൽ എനിക്കത് കേൾക്കുമ്പോൾ ഒരു എക്സൈറ്റ്മെന്റ് ആയിരുന്നു. വളരെ ആത്മീയ മനുഷ്യനാണല്ലോ എന്നുള്ളത്. പക്ഷെ വളർന്നു വരും തോറും, ഇന്ന് 4 കുഞ്ഞുങ്ങളും ഒരു കുടുംബവും ആയിട്ട് മുമ്പോട്ട് പോകുമ്പോൾ അതിന്റെ പ്രതിസന്ധികൾ എന്താന്ന് മനസ്സിലാവുന്നു. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം ഈസ് എ ബാലൻസ്ഡ് ലൈഫ്. അതിന് എല്ലാ വിഷയങ്ങൾക്കും അതാത് നിലവാരത്തിലുള്ള പ്രാധാന്യത, എല്ലാത്തിനും തുല്യതയല്ല, എല്ലാത്തിനും അതിന്റെ സ്ഥാനത്തുള്ള പ്രാധാന്യത കൊടുക്കുന്ന ഒരു ഭവനമായിട്ട്, ഒരു കൂട്ടായ്മയായിട്ട് നമ്മുടെ പ്രാർത്ഥനാ കൂട്ടായ്മകൾ, നമ്മുടെ കുടുംബങ്ങൾ, സഭകൾ, വ്യക്തിപര ജീവിതങ്ങൾ മാറട്ടെ എന്ന് ഞാൻ ഹൃദയംഗമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഞാൻ, എന്റെ ഭാര്യ, ദൈവം ദാനമായിട്ട് തന്ന 4 കുഞ്ഞുങ്ങൾ, ഞങ്ങൾ എറണാകുളത്ത് പാർക്കുന്നു. ദൈവം പല അവസരങ്ങൾ ചെറിയ രീതിയിലൊക്കെ തരുന്നു. ഞാനിവിടെ IPC അറിയാത്തവർക്ക് വേണ്ടി, കഴിഞ്ഞ കാലങ്ങളിൽ എന്നെ പരിചയമില്ലാത്തവർക്ക് വേണ്ടി ഞാനിവിടെ IPC-യുടെ ഹെബ്രോൺ ചർച്ച്, വളഞ്ഞമ്പലം സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള IPC ഹെബ്രോൺ ചർച്ചിൽ കൂടുന്നു. സന്തോഷമായിട്ട് പോകുന്നു. ദൈവം കൃപകൾ തരുന്നു. പലപ്പോഴും അവിശ്വസ്തതകൾ കാണിച്ചിട്ടും എന്നെ കരുണയോടെ ഈ നിമിഷം വരെ നിലനിർത്തിയ ദൈവത്തിന് സകല മാനവും മഹത്വവും പുകഴ്ചയും ഞാൻ ഏൽപ്പിക്കുന്നു. അത് മാത്രമേ ഉള്ളൂ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാൻ എനിക്ക് ദൈവസഭയോട് ദൈവം എനിക്ക് തന്ന ഒരു ചിന്ത. ഈ അടുത്ത കാലങ്ങളിൽ പരിശുദ്ധാത്മാവ് എന്നെ പഠിപ്പിച്ചുകൊണ്ടും എന്റെ ഹൃദയത്തോട് വാദിച്ചുകൊണ്ടും ഇരിക്കുന്ന ഒരു ചിന്ത ദൈവസഭയോട് പങ്കിടുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഡ്യൂട്രോണമി, ആവർത്തന പുസ്തകം, അതിന്റെ അവസാനത്തെ അല്ല 32-ാമത്തെ അധ്യായം ഒന്നെടുക്കാം. അതില് ഡ്യൂട്രോണമി ചാപ്റ്റർ 32. 120 വർഷം ഭൂമിയിൽ നിന്ന മോശ, ജീവിച്ച മോശ, നമുക്കറിയാം മോശയുടെ ആയുഷ്കാലം. അത് 3 ഘട്ടമായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു, അല്ലെ വിഭാഗിക്കപ്പെട്ടു, ഡിവൈഡഡ് ആയി. ആദ്യത്തെ 40 വർഷം ദൈവം തനിക്ക് വേണ്ടി പ്രാണൻ പോകുന്ന ഇടത്ത് ലോകത്തിന്റെ സകല മിഷണറികളെ, തന്നെ വധിക്കുവാൻ ശ്രമിച്ച രാജകുടുംബവും രാജഭരണം തൊട്ട് ആ ദേശത്തിന്റെ സകലത്തെയും മോശയ്ക്ക് അനുകൂലമായി തിരിച്ച ദൈവം, അന്ന് കരഞ്ഞ മോശയും തന്റെ ഗ്രഹത്തിനും ദൈവം വിടുതലായിട്ട്
ആര് കൊല്ലും എന്ന് പറഞ്ഞു അവരെ തന്നെ സ്വർഗം ഒരുക്കി. സംക്ഷിപ്തം അടുത്ത 40 വർഷം അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതമായി. അടുത്ത 40 വർഷം ചിന്തിക്കാൻ പറ്റാത്ത തലത്തിലുള്ള ഒരു ജീവിതമായി മോശയ്ക്ക് മാറി. തന്റെ അപ്പനും അമ്മയും ദൂരത്ത് പോലും ചിന്തിക്കാൻ പറ്റാത്ത വണ്ണം നല്ല ഫുഡ്, ആ രാജ്യത്തിൽ ഏറ്റവും മേന്മേറിയ ആഹാരം, ഏറ്റവും മേന്മേറിയ വസ്ത്രം, ടോപ്പ് യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ, ഈ മോശയ്ക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതൊക്കെ തന്ന ഒരു ദൈവം ഈ അസാധാരണമായ ഒരു ഒരുക്കത്തിന് വേണ്ടി തന്റെ ബാല്യം, യൗവനത്തിന്റെ ആദ്യത്തെ ഒരു കാലഘട്ടം, അവിടെ എന്തൊക്കെ വേണോ അത് ആവശ്യത്തിലും അധികമായി കൊടുത്ത ഒരു ദൈവം. പക്ഷെ ആ യാത്രയിൽ മോശയ്ക്ക് ഒത്തിരിയും ലോക പാഠങ്ങൾ കിട്ടി. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ടോപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എഞ്ചിനീയറിംഗും അതോടുകൂടെ ടോപ്പ് എഡ്യൂക്കേഷൻ എല്ലാം പ്രാപിച്ചു. MBA, എഞ്ചിനീയറിംഗ് അതെല്ലാം പ്രാപിച്ച ഒരു മോശ. ചുരുക്കം പറഞ്ഞാല് ഏതൊരു കാര്യം കയ്യിൽ കൊടുത്താലും അതിൽ ഏറ്റവും ലാഭം എങ്ങനെ പിഴിഞ്ഞെടുക്കാം എന്ന് അന്നത്തെ മാസ്റ്റേഴ്സും സയൻസും എഞ്ചിനീയറിംഗും മാനേജ്മെന്റും എല്ലാം പഠിപ്പിച്ചിട്ട് നിൽക്കുന്ന മോശ. അങ്ങനെ ഫറവോന്റെ രാജ്യത്തിന്റെ പണി, അന്ന് അവിടെ നടക്കുന്ന കൊട്ടാരങ്ങളോ പിറമിഡുകളോ എന്താന്ന് വെച്ചാൽ അതിന്റെ പണിയുടെ വലിയൊരു ഭാഗമായിട്ട് മോശ മാറി. അതിന്റെ സൂപ്പർവൈസറി ബോർഡിലെ ഒരു അംഗമായി. രാജാവിന്റെ കൊച്ചുമകനല്ലേ, ദത്തെടുത്തതാണെങ്കിലും കൊച്ചുമകനാണ്. അങ്ങനെ ജീവിതത്തിന്റെ 40 വർഷം. എളുപ്പം 40ാമത്തെ വർഷത്തിൽ പണ്ട് എവിടോ അമ്മ താരാട്ട് പാടി ഉറക്കുമ്പോൾ, പാല് കൊടുക്കുമ്പോൾ അമ്മ തന്റെ ചെവിയിൽ ഓതിയ വേദങ്ങൾ 40ാമത്തെ വയസ്സിൽ തന്റെ ഹൃദയത്തിൽ പ്രകാശിക്കുവാൻ തുടങ്ങി. അമ്മമാരെ, നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്, പ്രിയ പപ്പാമാരെ, നിങ്ങൾ പ്രാർത്ഥിച്ചങ്ങോട്ട് ആക്കുന്നുണ്ടല്ലോ അവന്റെ ഹൃദയത്തിലേക്ക്, അത് ഇന്ന് ഫലം കായ്ക്കത്തില്ലെന്ന് ഓർത്ത് വിഷമിക്കണ്ട. ചില കാലങ്ങൾ ഫലം കായ്ച്ചിട്ടില്ലെന്നോർത്തും വിഷമിക്കണ്ട. ബിക്കോസ് അതിനൊരു നിയോഗിക്കപ്പെട്ട സമയമുണ്ട്. ആ സമയത്ത് വചനം പുറത്തു വരും. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെ ആയിരുന്നു, ഈ വചനം ദൈവം തന്നെ ആയിരുന്നു. ചുരുക്കം പറഞ്ഞാൽ മോശയുടെ ഉള്ളിൽ മറഞ്ഞിരുന്ന ദൈവ സാന്നിധ്യം തക്ക സമയത്ത് മോശയുടെ ഉള്ളിൽ പൊട്ടി പുറപ്പെട്ടു. മിനിസ്ട്രി ചെയ്യണമെന്ന് വലിയൊരു താല്പര്യം. ഈ ഗവൺമെന്റിൽ ടോപ്പ് പ്രൊഫൈൽ ജോബ് എല്ലാം വിട്ടിട്ട് ആത്മാർത്ഥമായിട്ട് തന്റെ ജനത്തിന്റെ ഇടയ്ക്ക് വേലയ്ക്ക് ഇറങ്ങണമെന്നൊരു താല്പര്യം. അങ്ങനെ മോസസ് ഇന്റർനാഷണൽ മിനിസ്ട്രീസ് തുടങ്ങി. 40ാമത്തെ വയസ്സിൽ ഇറങ്ങി ശക്തമായ വേലയെ കൊണ്ട് തുടങ്ങിയതേ ഉള്ളൂ. ആദ്യത്തേൽ തന്നെ ശത്രുവിൽ ഒരാളെ സംഹരിച്ചു, സന്തോഷമായി. അടുത്ത ദിവസം മറ്റൊരു കലഹം ഉണ്ടായപ്പോൾ അവിടെയും തീർപ്പുകാരനായിട്ട് എത്തി. നമ്മൾക്കറിയാം ആ സംഭവം. എന്നെക്കാട്ടിലും അധികം വചനം വായിച്ച് ധ്യാനിക്കുന്ന മാതാപിതാക്കളാണ്. 40 വർഷം പിന്നെ അങ്ങനെ കടന്നുപോയി. അവിടുന്ന് ദൈവം ഒരു തൽക്കാലം പണ്ടൊരു മരണത്തിൽ നിന്ന് വിടുതൽ കൊടുത്തെങ്കിൽ അടുത്ത 40 വർഷത്തിന്റെ തുടക്കത്തിൽ വീണ്ടും ഒരു മരണം മോശയെ തേടി എത്തി. അവിടെയും സ്വർഗം താൽക്കാലികമായിട്ടൊരു മറവ്, ഒരു വിടുതൽ കൊടുത്തു. റൂവേലിന്റെ ഭവനത്തിൽ ചെന്നെത്തി, അല്ലെങ്കിൽ യത്രോയുടെ ഭവനത്തിൽ ചെന്നെത്തി. 40 വർഷം നല്ലതാണെന്ന് ഓർത്തത് കേട്ടോ. അസാധാരണമായി മരണത്തിന്റെ മുഖം കണ്ട വക്കത്ത് എളുപ്പം ദൈവം ഒരു വിടുതൽ കൽപ്പിച്ചപ്പോൾ രക്ഷപ്പെട്ടു എന്നാണ് ഈ ദൈവദാസൻ ഓർത്തത്. പക്ഷെ അങ്ങനെയല്ലായിരുന്നു, രക്ഷപ്പെട്ടില്ലായിരുന്നു. താൻ അറിഞ്ഞിരുന്നില്ല ഇത് ഒരു കുരുക്കാണെന്ന്. 40 വർഷത്തേക്ക് അമ്മായിയപ്പന്റെ ആടുകളെ തീറ്റിക്കൊണ്ട് നടക്കേണ്ടി വന്നു. ഇച്ചിരി വേദനാജനകമാണ്, ബുദ്ധിമുട്ടാണ്. തനിക്ക് തന്റേതാണ്. ഇത്രയും നാളും തന്നിഷ്ടത്തിൽ മാത്രം ജീവിച്ച മോശ, രാജകൊട്ടാരത്തിന്റെ അധികാരങ്ങൾ കയ്യിലുള്ള മോശ 40 വർഷം കഴിഞ്ഞപ്പോൾ മിനിസ്ട്രി എന്നും പറഞ്ഞ് ഇറങ്ങുകയും അസാധാരണമായ ഒരു കുരുക്ക് ജീവിതത്തിൽ വീണു. 1-2 വർഷമല്ല കേട്ടോ, ജീവിതത്തിന്റെ ഏറ്റവും മെച്ചപ്പെട്ട 40 വർഷം. നല്ല മെച്ചോർഡ് യൂത്ത്ഹുഡ്, അല്ലെങ്കിൽ ഒരു കുടുംബമായിട്ട് നിൽക്കേണ്ട ആ യൗവന ദശ മുതൽ തന്റെ വാർദ്ധക്യം അടുക്കുന്ന കാലം വരെ താൻ ആ നിലവാരത്തിൽ നിന്നു. 40 വർഷം നഷ്ടപ്പെട്ടു.
ജീവിതത്തിൽ 40 വർഷങ്ങൾ, 30 വർഷങ്ങൾ, 20 വർഷങ്ങൾ നഷ്ടപ്പെട്ടെന്ന് ബോധ്യം അല്ല, ഒരു ആയുസ് മുഴുവനും നഷ്ടപ്പെട്ടെന്ന് ബോധ്യം ഉള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ ദൈവസ്നേഹത്തിൽ പറയുന്നു, അല്ല നിങ്ങളുടെ മക്കളുടെ ജീവിതത്തില് എവിടൊക്കെയോ വ്യക്തിപരം, കുടുംബം, ശുശ്രൂഷ തലങ്ങളില് എവിടൊക്കെയോ പരാജയങ്ങളോ നഷ്ടങ്ങളോ 5, 10, 20 വർഷം സംഭവിച്ചു എന്ന് നിങ്ങൾക്ക് ചിന്തയുണ്ടെങ്കിൽ, ഈ പ്രാർത്ഥനയിലും നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ, കർത്തൃ സ്നേഹത്തിൽ ഞാൻ നിങ്ങൾക്ക് വാക്ക് തരുന്നു, ആ നഷ്ടപ്പെട്ട ദിവസങ്ങളുടെ മേളിൽ യഹോവയുടെ കണ്ണുണ്ട് എന്ന് ഞാൻ ദൈവസ്നേഹത്തിൽ നിങ്ങൾക്ക് വാക്ക് തരുന്നു. നിങ്ങളോ നിങ്ങളുടെ മക്കളോ തലമുറകളോ കുടുംബങ്ങളോ മറ്റേത് മേഖലകളോ ആത്മീക ഭൗതിക മേഖലകളില് നഷ്ടങ്ങളുടെ കൂമ്പാരം ഹൃദയത്തിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് ആരോടും വിഷമം പറയാൻ പറ്റാതെ ഇരിക്കുന്നെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഞാൻ നിങ്ങളോട് ദൈവ വചനത്തിൽ നിന്ന് പറയുന്നു, മോശെ ഒരുക്കിയ ദൈവം അന്ന് മാത്രമല്ല ഇന്നും നിങ്ങളായിരിക്കുന്ന മുറിയിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ അന്തരംഗങ്ങളുണ്ട്. നിങ്ങളുടെ ആ വ്യഥകളുടെ ഉള്ളിൽ കൂടെ തന്റെ നല്ല ചിത്രം ഇന്നും താൻ വരച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചിത്രത്തിന്റെ പൂർത്തീകരണത്തിനായിട്ട് കീഴ്പ്പെട്ടു കൊടുക്കാം എങ്കിൽ ദൈവം നിങ്ങളെ സഹായിക്കും. 40 വർഷം അങ്ങനെ മോശയുടെ കഴിഞ്ഞു. 2ാം ഘട്ടം 40 വർഷം, അതും തീരാറായി. ഈ 40 വർഷമൊക്കെ പ്രത്യേകിച്ച് നമ്മൾ പഴയ നിയമം വായിക്കുകയാണെങ്കിൽ ഏതോ ഒരിടത്ത്, ആ വാക്യം എനിക്ക് ഓർമ്മ വരുന്നില്ല, ഏതോ ഒരിടത്ത് ഈജിപ്ഷ്യൻസിനെ കുറിച്ച് എഴുതുന്നുണ്ട്. അവർക്ക് നമ്മുടെ ഇടയന്മാരോട് വളരെ അവജ്ഞയായിരുന്നു. ഏറ്റവും താഴ്ന്ന ഒരു ജാതിയായിട്ടായിരുന്നു ഇടയന്മാരെ അവർ കരുതുന്നത്. അതുകൊണ്ടാണ് യോസഫ് തന്റെ പിതാവിനെയും ഒക്കെ കൊണ്ടുവന്ന് അവിടെ താമസിപ്പിക്കുമ്പോൾ അവർക്കൊരു സെപ്പറേറ്റ് ദേശം, ദൂരെ ഒരു സ്ഥലം ഇച്ചിരി മാറി ഗോഷ്യൻ ദേശമായിട്ട് അവർക്ക് കൊടുക്കുന്നത്. ബിക്കോസ് പുറത്ത് താമസിച്ചാൽ ഇവരുമായിട്ടൊരു ബുദ്ധിമുട്ടുണ്ടാകത്തില്ലോ എന്നുള്ള. അങ്ങനെ അവരോട് പൊതുവെ, അത് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഒരിടത്ത് വെച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ട്, ആ വാക്യം എനിക്ക് ഓർമ്മ വരുന്നില്ല, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു കാലഘട്ടത്തില് ഈ മോശ 40 വർഷം ഇടയ ശുശ്രൂഷ കഴിഞ്ഞിട്ട്, അല്ലെ ഇടയൻ ആയിട്ട് നിന്നിട്ട് ഇറങ്ങുമ്പോൾ 80ാമത്തെ വയസ്സില് ഇനിയും ജീവിതത്തിൽ പ്രതീക്ഷിക്കാനൊന്നുമില്ല. മോശ 3ാമത്തെ പ്രാവശ്യവും മരണം കാണുകയാണ്. 3ാമത്തെ പ്രാവശ്യം ഇനിയും സ്വയമാണ് വാർദ്ധക്യം കൊണ്ട്, ജീവിത സമ്മർദ്ദം കൊണ്ട്, ജീവിതത്തിൽ ഒരു ഉദ്ദേശം മുമ്പോട്ടില്ലാത്തതുകൊണ്ട് സ്വപ്നങ്ങളുടെയും വ്യക്തിപരവുമായിട്ടൊരു മരണം കാത്തിരിക്കുകയാണ് മോശ. ആ നാളിൽ ദൈവം മോശയ്ക്ക് ഒരു മുൾപടർപ്പിൽ തന്റെ മുൻപിൽ, മോശയുടെ മുമ്പിൽ ദൈവം ഇറങ്ങി വന്നു. ഒരു മുൾപടർപ്പിൽ ഇറങ്ങി വന്നു. അസാധാരണമായ ദിശാമാറ്റം. നമ്മൾ ചിലരെ കുറിച്ചൊക്കെ പറയത്തില്ലേ, എന്തൊരു ശുശ്രൂഷയാണ്, ഇത്രയും നാളും എവിടെ ആയിരുന്നു എന്നൊക്കെ ചില എളുപ്പം ദൈവം പൊക്കിക്കൊണ്ടുവരുന്നതിനെ കുറിച്ച് പറയാറുണ്ട്. ഈ ഇന്നാളൊരു പുസ്തകത്തിൽ ഏതോ ഒരു ഉന്നതനായ മനുഷ്യൻ, അദ്ദേഹത്തെ കുറിച്ച് പത്രങ്ങൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു, ഹി ഈസ് എൻ ഓവർനൈറ്റ് സക്സസ് എന്ന്. താൻ ഒറ്റ രാത്രി കൊണ്ട് താൻ വലിയ ആളായി. ഏതോ ഒരു കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു വാർത്ത പത്രങ്ങളിൽ വായിച്ചപ്പം ഞാൻ വായിച്ചൊരു വാർത്തയാണ്. അപ്പൊ അദ്ദേഹത്തോടുള്ള ഇന്റർവ്യൂവില് അദ്ദേഹം പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, ഞാൻ ഈ ഓവർനൈറ്റ് സക്സസ് ആയിരുന്നു, ഒറ്റ രാത്രി കൊണ്ട് ഞാൻ സക്സസ് ആയി. ജനങ്ങൾ എന്നെ വീക്ഷിച്ചത് അങ്ങനെയാണ്. ഇന്നലെ ഞാൻ അറിയപ്പെടാത്ത ഞാൻ ഇന്ന് ഞാൻ അറിയപ്പെട്ടത്. പക്ഷേ ഈ ഒറ്റ രാത്രിയുള്ള സക്സസ് വേണ്ടി കഴിഞ്ഞ എന്റെ 40 വർഷമോ, അതിൻ്റെ അകത്ത് എത്ര വർഷം, പക്ഷെ ദീർഘവർഷങ്ങൾ, 40 45 വർഷങ്ങൾ, എത്രയോ വർഷങ്ങള് ഞാൻ അതിനുവേണ്ടി ചെലവിട്ടു എന്ന് ആ മനുഷ്യൻ പറയുകയുണ്ടായി. ഈ ഒറ്റ ദിവസം കൊണ്ട് പ്രസംഗിക്കുവാൻ വരുന്ന ഒരാൾ, ഒറ്റ ദിവസം കൊണ്ട് ആത്മീയ ശുശ്രൂഷകൾ ഉണ്ടായിരുന്നു, പണ്ടേ പുറത്ത് വരേണ്ടതായിരുന്നല്ലോ. നമ്മൾ അറിയാത്തൊരു കാര്യങ്ങളുണ്ട്. ആ മനുഷ്യൻ ദൈവത്തിന്റെ പണിപ്പുരയിൽ, ദൈവത്തിന്റെ വർക്ക്ഷോപ്പിലായിരുന്നു എന്നുള്ളത് നമ്മൾക്ക് പലപ്പോഴും ഗ്രഹിക്കുവാൻ കഴിയാത്ത കാര്യമാണ്. നമ്മൾ പലപ്പോഴും തക്ക സമയത്തിന് വേണ്ടി കാത്തിരുന്നാൽ മതി. യഹോവയുടെ പണിപ്പുരയിൽ പണി പൂർത്തിയാകുന്ന നാളിൽ ദൈവം തന്റെ ശുശ്രൂഷകൾക്ക് വേണ്ടി അതാത് കാലത്ത് നമ്മളെ ഇറക്കും. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണെങ്കിൽ വാഗ്ദത്തം തന്നവൻ നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കും. അതിനായിട്ട് നമുക്ക് സ്തോത്രം ചെയ്യാം. പ്രായം അതിന് വിഷയം അല്ല, നമ്മുടെ പരിമിതികൾ അതിന് വിഷയം അല്ല. പണ്ട് രാജകൊട്ടാരത്തിൽ ഉള്ള പണവും ആഹാരവും രാജഭടന്മാരും അവിടുത്തെ വലിയ വലിയ സ്കോളർലി മിനിസ്റ്റേഴ്സ്
അവരൊക്കെ എനിക്ക് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് ദൈവത്തിന് കാര്യമല്ല. കാട്ടിൽ ഒരു ആട്ടിടയനായിട്ട് ആർക്കും വേണ്ടപ്പെട്ടാത്തവനായിട്ട് കിടന്നപ്പോഴും അവിടെ ഇറങ്ങി വന്ന് നമ്മളെ തിരഞ്ഞെടുക്കുന്ന ഒരു സാന്നിധ്യം. അങ്ങനെ 80 വയസ്സ് കഴിഞ്ഞ ഇനിയും ജീവിതത്തിന്റെ സ്വപ്നങ്ങൾ തീർന്നല്ലോ എന്നോർത്ത് സ്വന്തം സ്വപ്നങ്ങൾ മരിച്ച് ജീവിതത്തിന്റെ മരണം മുൻകണ്ടു നിൽക്കുന്ന മോശ. അങ്ങനെ മോശ മൂന്നാമത്തെ ഒരു മരണവും മുൻകണ്ടു നിൽക്കുമ്പോൾ അസാധാരണ ഒരു ഉണർവിന്റെ അനുഭവം, മരിക്കാൻ സമയം ആയില്ലെന്ന് വ്യക്തമായ ആ ദർശനം, ആ ഭാഗങ്ങൾ നിങ്ങൾക്കറിയാം. അതുകൊണ്ട് ഞാനത് വിവരിക്കുന്നത് എന്റെ സന്ദേശത്തിന്റെ പ്രധാന ഭാഗത്തിലേക്ക് ഞാൻ കടന്നു വരുവാണ്. അങ്ങനെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മോശയോട് ദൈവം സംസാരിച്ച ഒരു ഭാഗമാണ് ആവർത്തന പുസ്തകം അതിന്റെ 32-ാമത്തെ അധ്യായം, അതിന്റെ വേഴ്സ് ചാപ്റ്റർ 32. ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കർത്താവ് എന്നോട് ഇടപെടുന്ന ഒരു ഭാഗമാണ്. അതിന്റെ 32-ന്റെ അതിന്റെ അവസാന ഭാഗത്ത് വരുമ്പോൾ അതിന്റെ 48-നോട് അടുത്ത വാക്യങ്ങളാണ്. അത് തന്നെ യഹോവ മോശയോട് അരുളി ചെയ്തു, നീ യെരിഹോവിനെതിരെ ഉള്ള ആ അബാരീം പർവ്വതത്തിൽ നെബോ മലമുകളിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് അവകാശമായി കൊടുക്കുന്ന കനാൻ ദേശത്തെ നോക്കിക്കാണുക. നിന്റെ സഹോദരനായ അഹ്റോൻ ഹോർ പർവ്വതത്തിൽ വെച്ച് തന്റെ ജനത്തോട് ചേർന്നതുപോലെ നീ കയറുന്ന പർവ്വതത്തിൽ നീയും മരിച്ച് നിന്റെ ജനത്തോട് ചേരും. അങ്ങനെ മോശയോട് ദൈവം പറയാണ്, നീ പോയിക്കൊള്ളുക, അവിടെ നീ മരിക്കും, നിന്റെ ആൾക്കാരോട് ചേരുമെന്നുള്ളത്. 120 വർഷത്തെ ഒരു ജീവിതം, അത് കഴിഞ്ഞ് 40 വർഷത്തെ അസാധാരണമായ ഒരു ശുശ്രൂഷ. നിങ്ങൾ ഓർത്തു നോക്കിക്കേ, 30 ലക്ഷം ദൈവദാസന്മാർ പലരും ഉണ്ടല്ലോ, സഭയിലെ മൂപ്പന്മാരായിട്ട് പലരും ഉണ്ടല്ലോ, എല്ലാം അധികം പേരും മാതാപിതാക്കളാണല്ലോ. 100ഓ 200ഓ, ഞാൻ കൂടുന്ന ഏകദേശം ഒരു 300 പേരുള്ള ഒരു സഭയിലാണ്. ആ സഭയിലെ ദൈവദാസന്മാരോ മൂപ്പന്മാരോ ഒരു സഭയെ 300 പേരുടെ ഒരു സഭയെ നയിച്ചുകൊണ്ട് പോകാനായിട്ട് അവര് കഷ്ടപ്പെടുന്ന പാടുകൾ ഞാൻ കണ്ടിട്ടുണ്ട്, ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്റെ 45 വയസ്സിന്റെ ഈ ജീവിതം കൊണ്ട്. ഈ ഒരു 300 പേരുടെ ചെറിയ ഒരു കൂട്ടത്തെ നയിക്കുവാൻ, എങ്കിൽ ഇവിടെ 300 അല്ല, 3000 അല്ല, 30,000 അല്ല, 3 സീറോയും കൂടെ കൂടണം, 30 ലക്ഷം പേരെ നയിക്കുന്ന ഒരു അനുഭവമാണ് ഇവിടെ ഈ മനുഷ്യന്, മോശ എന്ന ഈ അഭിഷിക്തന് ദൈവം കൊടുത്തിരിക്കുന്നത്. ആ യാത്രയിൽ അസാധാരണ അനുഭവങ്ങൾ കണ്ട് ഇങ്ങനത്തെ ഒരു പാസ്റ്റർ ഇന്ന് വരെ ഉണ്ടായിട്ടുണ്ടോ എന്ന് നമ്മളെ ഇന്നും ചിന്തിപ്പിക്കത്തക്കോണം ശുശ്രൂഷ ചെയ്ത് അവസാനിപ്പിച്ച് ജീവിതത്തിന്റെ അവസാനത്തെ കാഴ്ചയിൽ വന്നിരിക്കുന്ന പ്രിയ അഭിഷിക്തൻ ഓർമ്മിപ്പിക്കുന്നുണ്ട്. നീ പണ്ട് പാപം ചെയ്തൊക്കെ ഓർമ്മയിൽ 31 അതിന്റെ 51 52 വാക്യങ്ങൾ നിങ്ങൾ വായിച്ചാൽ മതി. അവിടെ മോശെ ദൈവം ഓർമ്മിപ്പിക്കുകയാണ്, നീ പണ്ട് ചെയ്ത പാപമൊക്കെ ഓർമ്മയില്ലേ മോശെ എന്ന് തന്നെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആ ഭാഗത്ത് വരുമ്പോഴാണ് ദൈവം എന്നോട് ഈ ഭാഗം ഒരു 4 മാസം മുമ്പേ ഒരു ശനിയാഴ്ച രാത്രി എന്റെ വീട്ടിൽ നിന്ന് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എളുപ്പം കയ്പായി എന്റെ മനസ്സിൽ. ഞാൻ പറഞ്ഞു, ദൈവമേ, ഭയങ്കര അന്യായമായി പോയി. ഇതേപോലെ വില കൊടുത്തിട്ടുള്ള ഒരു മനുഷ്യൻ, ഇന്നും തനിക്ക് തുല്യനായി വേല ചെയ്ത ഒരുവൻ ഈ ഭൂമിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയം. അതേപോലെ വില കൊടുത്തിട്ടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട ഭക്തനായ പിതാവ് തന്റെ മരണത്തിന്റെ ദിവസത്വത്തിൽ 120 വർഷം പരാജയങ്ങളുമുണ്ട്, ജയങ്ങളുമുണ്ട്. അതിന്റെ സംക്ഷിപ്തമായിട്ട് ജീവിതത്തിന്റെ അവസാനത്തെ ആഴ്ച വരുമ്പോൾ ദൈവം തന്നോട് പറയുന്നതാണ്, മോശെ പോയി മരിച്ചോളാൻ. മനസ്സിലായോ? നമ്മളെ പോലെ പോയി നിത്യത പ്രാപിച്ചോ, നിന്റെ അവകാശം കൈവരിച്ചോ, നിന്റെ സ്വന്തം ദേശം കനാൻ ദേശം പ്രാപിച്ചോ, ഒന്നുമല്ല. ഭംഗിവാക്കുകൾ, നീ പോയി മരിച്ചോളാൻ, നിന്റെ സഹോദരൻ മരിച്ചതുപോലെ പോയി മരിച്ചോ. എന്നിട്ട് ഒരു ചെറിയ കുത്തും കൂടെ, പണ്ട് ഓർമ്മയില്ലേ നീ ഒരു പാപം ചെയ്ത്, എപ്പോഴത്തെ കാര്യമാണെന്നറിയാമോ? 35-40 വർഷം മുമ്പേ എവിടെയോ പ്രമാണം വിട്ട് ഒന്ന് പോയത്, അത് വലിയ ഭാരമായിട്ട്. ഉത്തരവാദിത്വം എത്ര കൂടുതൽ ഉണ്ടോ അത്രയും തന്നെ പ്രമാണത്തോട് ചേർന്ന് നിൽക്കുവാൻ നമ്മൾക്ക് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ദൈവം പ്രതീക്ഷ വെക്കുന്നു. പ്രമാണം വിട്ടുള്ള ഏതൊരു പാതയിലും
നമ്മൾ പോയാൽ അതിന് വില നമ്മൾ കൊടുക്കേണ്ടി വരും. അങ്ങനെ താഴോട്ട് വരുമ്പോൾ ആ ഭാഗങ്ങളെല്ലാം പറഞ്ഞ് ഇതെല്ലാം ചിലപ്പോൾ ഞാൻ ദൈവത്തോട് ആത്മാർത്ഥമായിട്ടൊരു കുറെ നിമിഷങ്ങൾ ഞാൻ അവിടെ കുത്തിയിരുന്നു. ഞാൻ ദൈവമേ ദിസ് ഈസ് അൺജസ്റ്റ്, ഇത് അന്യായമാണ്. ഞാൻ വീണ്ടും വീണ്ടും എന്റെ ഹൃദയത്തിൽ ദൈവത്തോട് സ്നേഹത്തിലാണെങ്കിലും വാദിച്ചോടുന്നു. ബിക്കോസ് മോശയ്ക്ക് ഇതാണെങ്കിൽ പിന്നെ ഞാനെങ്ങാനും മരിക്കുന്ന നാൾ അടുത്ത് വരുമ്പോൾ എന്റെയൊക്കെ ഗതി എന്തായിരിക്കും എന്ന് എന്നെ കുറിച്ച് എനിക്കൊരു ഭയം. അങ്ങനെ ഞാൻ ദൈവത്തോട് വാദിച്ചുകൊണ്ടിരുന്നപ്പോൾ ദൈവം പറഞ്ഞു, മോനെ എനിക്ക് എന്റേതായിട്ടുള്ള ചിന്തകളൊക്കെ ഉണ്ട്, നിനക്ക് നിന്റേതായിട്ടുള്ള ചിന്തകൾ ഉണ്ടാവും. അങ്ങനെ ഈ ഭാഗങ്ങളെല്ലാം തർക്കിച്ച് വാദിച്ചിരുന്നപ്പോൾ ദൈവാത്മാവ് പറഞ്ഞു, ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞെന്നുള്ളൊരു കാര്യമാണ്, പക്ഷെ എനിക്ക് എന്റേതായ കാര്യങ്ങൾ ന്യായമായി തീർക്കുന്ന രീതിയുണ്ട്. എന്നിട്ട് എന്നോട് പറഞ്ഞു, നീ അവന്റെ അവസാനത്തെ അധ്യായം ഒന്ന് നോക്ക്. ആവർത്തനം 34 ആദ്യത്തെ ചില വാക്യങ്ങളുണ്ട്. ഞാൻ 2 മണിക്കൂറോളം ഇത് ധ്യാനിച്ച് അതിന്റെ അവസാന ചില നിമിഷങ്ങൾ വന്നപ്പോഴാണ് ഈ വചനം പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെട്ടത്. നിങ്ങൾ ആ ഭാഗം ഒന്ന് നോർത്തേ. ദൈവം മോശയോട് പറഞ്ഞു, മോനെ പോയി മരിച്ചോ. മോശെ നീ പോയി മരിച്ചോ? ഇത്രയും കാര്യങ്ങളൊക്കെ നീ ചെയ്തു, നല്ല കാര്യം. പക്ഷെ നീ പണ്ട് ചെയ്തൊരു പാപം ഓർമ്മയുണ്ടോ? നീ ആ മലയുടെ മുകളിൽ കയറി മരിച്ചോ? നീ കനാൻ കാണത്തില്ല. ഞാൻ ആ ദൈവത്തിന്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ ഞാൻ പറയുന്നു, മോശയല്ലേ കയറ്റി വിടുന്നേ, പണ്ടത്തെ ഒരു പാപം, പണ്ടത്തെ ഒരു തെറ്റൊക്കെ നമുക്ക് കരുതണോ? ഐ വുഡ് ഹാവ് നോട്ട് ഇവൻ കൗണ്ടഡ് ദാറ്റ്. മോശയുടെ എന്ത് കുറവുകൾക്ക് കണ്ണടച്ച് കളയുക, ന്യായപ്രമാണം തെറ്റിച്ചാണെങ്കിലും കണ്ണടച്ച് കളയുവാൻ ഞാൻ സന്നദ്ധനായനെ. ബിക്കോസ് മോശയുടെ മിനിസ്ട്രിയുടെ ചരിത്രം അത്രത്തോളം പവർഫുൾ ആണ്. എന്റെ കൺമുൻപിൽ ഒരു മാനുഷിക വീക്ഷണത്തിൽ അത്രത്തോളം പവർഫുൾ ഒരു ചരിത്രവും ഒരു അനുഭവവുമാണ് മോശയെ കുറിച്ച് ദൈവത്തിന് പറയാനുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ദൈവത്തോട് ഇങ്ങനെ എനിക്കൊന്ന് ഒരു മണിക്കൂറോളം ചോദിച്ച് പറഞ്ഞ് ഹൃദയം തകർന്ന് ഇരിക്കുമ്പോൾ ദൈവം പറഞ്ഞു, 32-ൽ മോനെ എന്റെ അവസാനം. ആ ഭാഗത്തിന്റെ അവസാനം 34-ലാണ്. 32-ൽ ദൈവം മോശയോട് ഇത് പറയുന്നുണ്ട്. പക്ഷെ 34-ൽ ആ സംഭവം നടക്കുന്ന ഭാഗമാണ്. അത് ഞാൻ എളുപ്പം വായിക്കാം. 34-ന്റെ 1. അനന്തരം മോശ മോവാബ് സമഭൂമിയിൽ നിന്ന് എരിഹോയിനെതിരെയുള്ള നെബോ പർവ്വതത്തിൽ പിസ്ഗ മുകളിൽ കയറി. ഇപ്പുറത്തുനിന്ന് മോശ തന്റെ മരിക്കാനുള്ള ദിവസം ദർശനം കണ്ട് ആ മലയിലേക്ക് കയറുകയാണ്. ഹൃദയത്തിലൂടെ 120 വർഷത്തെ ജീവിതത്തിന്റെ അനുഭവങ്ങൾ, പലപ്പോഴും മരണത്തെ മുഖാമുഖം കണ്ടത്, ദൈവത്തിന് വേണ്ടി ചെയ്തത്, ദൈവം തനിക്ക് വേണ്ടി ചെയ്തതെല്ലാം ഹൃദയത്തിൽ കരുതി. ഈ പ്രാവശ്യം ഗോത്ര പിതാക്കന്മാരില്ല, കൂടുള്ള നേതാക്കന്മാരില്ല, തന്റെ ചുറ്റിനും പല കാറുകളിൽ ചുറ്റി വരാനായിട്ട് അനേക കാറുകളിൽ കൂടെ വരാൻ ഒറ്റ മനുഷ്യനില്ല. അപ്പൻ പറഞ്ഞു പോയി മരിക്കാൻ. പറഞ്ഞത് അതേപോലെ അന്ത്യ ദിവസം വരെ കേട്ട മോശ ഇതാ തന്നെത്താനെ നെബോ പർവ്വതം കയറുന്നു. മുൻപ് അഹറോൻ പോയപ്പോൾ കൂടെ പലരും പോയായിരുന്നു. ഇവിടെ ദൈവം പറഞ്ഞു, മോശെ നീ പോയി മരിച്ചോളാൻ. ആരെയും കൂട്ടിയില്ല. ഭയങ്കര അന്യായമല്ലേ? വെറും 10,000 പേരും 1,00,000 വിശ്വാസികളും ഉള്ള സഭകളുടെ നേതാക്കന്മാരൊക്കെ എന്ത് സന്നാഹങ്ങളോടും സപ്പോർട്ടോടും കൂടിയാണ് നടക്കുന്നത്. ഇവിടെ 30 ലക്ഷം പേരുടെ ഒരു നേതാവ്, ഒരു ദൈവദാസൻ, ഒരു അഭിഷിക്തൻ, ഒരു പ്രസിഡന്റ് ഇതാ തന്നെ മരണത്തിന്റെ മലമുകളിലേക്ക് നടന്നു കയറുകയാണ്. ആ മലമുകളിൽ ചെല്ലുമ്പോൾ അവിടെ സംഭവിക്കുന്നുണ്ട്. അത് ആ മലയാളം ബാക്കി ആരെങ്കിലും ഒന്ന് വായിച്ചേക്കോ. 32-ന്റെ 2ഉം 3ഉം 34-ന്റെ. നഫ്താലി ദേശമൊക്കെയും എഫ്രയീമിന്റെയും മനശ്ശെയുടെയും ദേശവും പടിഞ്ഞാറേ കടൽ വരെ യഹൂദ ദേശമൊക്കെയും തെക്കേ ദേശവും നീന്തനഗരമായ എരിഹോവിന്റെ താഴ്വീതി മുതൽ സോവർ വരെയുള്ള സമഭൂമിയും അവനെ കാണിച്ചു. ഈ മോശ 1-ാം വാക്യത്തിൽ മുകളിലോട്ട് നടന്നു കയറുമ്പോൾ മോശ അവിടെ എത്തിയപ്പോൾ അവിടെ ഒരാൾ നിപ്പുണ്ട്. ആരാന്നറിയാമോ? 120 വർഷം മുമ്പേ മരണത്തിൽ നിന്ന് തന്നെ വിടുവിച്ച തന്റെ സ്വന്തം അപ്പച്ചൻ അവിടെ നിപ്പുണ്ട്.
40 വർഷം കഴിഞ്ഞപ്പോൾ ശുശ്രൂഷ തുടങ്ങി അന്നേ ദിവസം അവസാനിച്ചു നോർത്തപ്പോൾ അന്ന് തനിക്ക് വേണ്ടി ഒരു എത്രോയെ ഒരുക്കിയ അപ്പച്ചൻ അവിടെ നിൽപ്പുണ്ട്. 80 വർഷം കഴിഞ്ഞിട്ട് മരണം വന്ന് ജീവിതം ഇനി തീർന്നു, അർത്ഥമില്ലെന്ന് ഓർത്തപ്പോൾ അങ്ങ് ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ച് വേർതിരിച്ച് അസാധാരണ അഭിഷേകവും അനുഗ്രഹങ്ങളും കൊടുത്ത് നിയോഗങ്ങൾ കൊടുത്ത തന്റെ അപ്പച്ചൻ അവിടെ ഇരിപ്പുണ്ട്. പ്രിയരെ, ജീവിതത്തിൽ എല്ലാം തീർന്നു നോർക്കുമ്പോൾ ഇതും ഒരു തീർപ്പല്ലേ? ഇതും മരണത്തിന്റെ അവസാന നിമിഷമാണ്. താൻ ഓർത്ത് ചെയ്തതൊന്നും ഗുണമില്ലായിരിക്കും, തന്നെ പോയി മരിക്കേ നിവൃത്തിയുള്ളൂ എന്നൊക്കെ ഓർത്ത് ഇപ്പുറത്തൂടെ നെബോ പർവ്വതത്തിൽ തന്നെത്താനെ ജീവിതാനുഭവങ്ങളെല്ലാം ഓർത്ത് കയറുമ്പോൾ അങ്ങ് മുകളിൽ ചെന്നപ്പോൾ ഈ അപ്പച്ചൻ കണ്ടത് എന്താണെന്നറിയാമോ? ഇതാ 2 കരങ്ങളും വിരിച്ച് തന്നെ വിളിച്ച തന്റെ പിതാവ് നിൽക്കുകയാണ്. എന്റെ ബൈബിളിന്റെ ചരിത്രത്തിൽ എവിടെങ്കിലും യഹോവയായ ദൈവം തന്നെ ഒരു ഫ്യൂണറൽ സർവീസിന് ഇറങ്ങി ചെന്നിട്ടുണ്ടെങ്കിൽ അത് ഈ മോശയുടെ ഫ്യൂണറലാണ്. ഇത് കേട്ടപ്പോഴാണ് എന്റെ ഹൃദയം ആനന്ദിച്ച് ആശ്വസിച്ചത്. യഹോവ എന്നോട് പറഞ്ഞു, ഞാൻ വിളിച്ചു വേർതിരിച്ചെങ്കിൽ അവന്റെ അന്ത്യനാൾ വരെ ഞാൻ നടത്തും, അവന്റെ ഫ്യൂണറൽ ഞാൻ നടത്തും. ഞാനൊരു ഭാവനയിൽ കാണുകയാണ്, അന്ന് പ്രഭാതത്തിൽ സ്വർഗത്തിലെ ഓഫീസിൽ ഫയലുകളൊന്നും അപ്പച്ചൻ തുറക്കുന്നില്ല. കൂടുള്ള ദൂതന്മാർ ചോദിച്ചു കാണും, എന്താ പിതാവേ, എന്താ ദൈവമേ, യാഹ്വേ ഇന്ന് ഓഫീസിൽ ജോലി, ഇന്ന് വർക്കിംഗ് ഡേ ആണല്ലോ, ഇന്നെന്താ വർക്കൊന്നും ഇല്ലേ, ഹോളിഡേ ഡിക്ലെയർ ചെയ്തോ, എന്തെങ്കിലും കാര്യമുണ്ടോ? അപ്പൊ അപ്പച്ചൻ പറഞ്ഞു, ഒരു ഫ്യൂണറലിൽ പോണോന്ന്. സ്വർഗത്തിലെ പിതാവ് പറഞ്ഞു, എനിക്കൊരു ഫ്യൂണറലിൽ പോണോന്ന്. ദൂതന്മാരൊക്കെ ഒന്ന് ചിരിച്ചു പറഞ്ഞു, ഞങ്ങളൊക്കെ ഇല്ലേ, ഞങ്ങൾ പോയാ പോരെ? അല്ല വേണ്ട, മീഖായിലോ ഗബ്രിയേലിനെയോ പ്രധാന ദൂതന്മാരെയൊക്കെ അയക്കാം. ഞാനൊരു ഭാവന പറയുകയാണേ, ദൂതന്മാരെയൊക്കെ അയക്കാം, അവരൊക്കെ പോയാ പോരെ? നമുക്ക് ആ ഫ്യൂണറൽ ഗംഭീരമാക്കാം, പൊടി പൊടിക്കാം. പല ഫ്യൂണറലുകൾ നമ്മൾ പറയാറില്ലേ, വലിയ കാറുകൾ, വലിയ ആൾക്കാര്, പ്രമാദമായ പ്രമുഖരായിട്ട് പലരും വന്നു, അല്ലെങ്കിൽ MLA വന്നു, MP വന്നു, അദ്ദേഹത്തിന് വലിയ പിടിപാടായിരുന്നു. നമ്മുടെ പെന്തക്കോസ്തുകാരുടെ പോലും പല ഫ്യൂണറൽസിന് നമ്മളത് പറയാറുണ്ട്. പ്രിയരെ, അങ്ങനത്തെ ഒരു കാലഘട്ടം നിലനിൽക്കെ മോശയെ പോലെ യോഗ്യൻ മറ്റാരുമില്ല. ലോകരാജ്യങ്ങളുടെ രാജാക്കന്മാര് വരെ ഇറങ്ങി വരത്തക്കവണ്ണം നിലവാരമുള്ള ഒരു ഫ്യൂണറലില് സ്വന്തം സഹോദരങ്ങളെ പോലും ദൈവം വിട്ടില്ല. ദൈവം പറഞ്ഞു, ഞാൻ പോവാണ്. ദൈവം പറഞ്ഞു, മോനെ അങ്ങനല്ല, ഇതൊരു സ്പെഷ്യൽ ഫ്യൂണറലാ, ഞാൻ ആദ്യമായിട്ടും അവസാനമായിട്ടും പോകുന്ന ഒരു ഫ്യൂണറലാണ്, എനിക്കിതിന് പോയേ പറ്റൂ. ഞാനിപ്പം ദൈവത്തോട് ചോദിച്ചു, എന്താ ദൈവമേ അതിന്റെ കാരണം? ദൈവം എന്നോട് പറഞ്ഞൊരു വാക്യം, എന്റെ സമയം കഴിഞ്ഞു പോയി, ഞാൻ ശ്രദ്ധിച്ചില്ല. നമ്പേഴ്സ്, സംഖ്യാപുസ്തകം 27-ന്റെ 5-ഉം 6-ഉം ഒന്ന് ഞാൻ വായിച്ചോട്ടെ. സംഖ്യാപുസ്തകം 27-ന്റെ 5-ഉം 6-ഉം അവിടെ ഇങ്ങനെ പറയുന്നു, and Moses brought their cause before the Lord, and the Lord spake unto Moses. സംഖ്യാപുസ്തകം 27-ന്റെ 1 തൊട്ട് വായിക്കുകയാണെങ്കിൽ മോസസിന്റെ ജീവിതത്തിന്റെ അവസാനത്തെ ഒരു കേസ് കൈകാര്യം ചെയ്യുവാണ്. നമ്മുടെയൊക്കെ ഭാഷയെ പറഞ്ഞാൽ വെറും ഒരു ചീള് കേസ്. എന്താണെന്നറിയാമോ? സെലോഫഹാദിന്റെ പെൺമക്കൾക്ക് പ്രോപ്പർട്ടി ഇഷ്യൂ. ഇവിടെ ഇസ്രായേൽ മക്കൾ 12 ഗോത്രങ്ങൾ സഭയുടെ സഭയുടെ പുറത്തുള്ള ദുരാത്മ മണ്ഡലങ്ങൾ, ശത്രു രാജാക്കന്മാരോടുള്ള യുദ്ധം, ഇതെല്ലാം കഴിഞ്ഞ് 120 വർഷം ജീവിതം കഴിഞ്ഞ് നിൽക്കുന്ന മോശയുടെ മുമ്പിൽ വന്നത് ഒരു ചില്ലറ കേസാണ്. മോശയ്ക്ക് പറയാം, ഇങ്ങ് കൊണ്ടുവന്നത് ഞാൻ ഇപ്പൊ സോൾവ് ചെയ്ത് തരും. നമ്മളൊക്കെ അങ്ങനെ ആണെങ്കിൽ അങ്ങനല്ലേ? സഭാ കമ്മിറ്റികളൊക്കെ പലപ്പോഴും കാണുമ്പോ അങ്ങനെ, അതിങ്ങ് കൊണ്ടുപോവാ, ഇനിയിപ്പം പ്രാർത്ഥിക്കാനൊന്നുമില്ല, ഞാൻ ഇപ്പം പറഞ്ഞു തരാം എന്ന് പലരും പറയത്തക്കോണം നിലവാരമുള്ള സഭയുടെ ഉള്ളിൽ ഇസ്രായേൽ മക്കൾക്ക് നടന്ന ഒരു കേസ്. പക്ഷെ അവിടെ മോശ പറയുന്ന ഒരു കാര്യമുണ്ട്. മോശ ആ വിഷയം 120-ാമത്തെ വയസ്സിൽ ജീവിതത്തിന്റെ അവസാന നാളിൽ വരെ മോശ ദൈവത്തോട് മാത്രം ചൊല്ലി. അപ്പച്ചൻ ഇറങ്ങി വരുന്ന ഒരു ഫ്യൂണറൽ എനിക്കും നിങ്ങൾക്കും നടക്കണമെങ്കിൽ ജീവിതം തുടങ്ങുന്ന നാൾ മുതലേ അല്ല, ഗ്രഹിച്ച നാൾ മുതൽ അന്ത്യശ്വാസം വരെയും അപ്പൻ പറഞ്ഞതല്ലാതെ മറ്റൊന്ന് ചെയ്യുവാൻ നമുക്ക് അവകാശം ഇല്ല. തോറ ആദ്യത്തെ 5 പുസ്തകങ്ങൾ ബൈബിളിന്റെ വായിച്ചു നോക്കിയാൽ അവിടെ നമുക്ക് വീണ്ടും വീണ്ടും കാണുവാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. മോശയുടെ മുമ്പിൽ ഒരു കുടുംബ വിഷയമായിക്കൊള്ളട്ടെ, ഗോത്രങ്ങളുടെ വിഷയമായിക്കൊള്ളട്ടെ, ഇസ്രായേൽ രാജ്യത്തിന്റെ ഉള്ളിലെ വിഷയങ്ങളോ, ശത്രു രാജാക്കന്മാരുള്ള യുദ്ധമായിക്കൊള്ളട്ടെ, ഒരു മനുഷ്യൻ തൊട്ട് രാജ്യങ്ങൾ വരെയുള്ള വിഷയങ്ങൾ, എല്ലാത്തിലും മോശയ്ക്ക് ഒറ്റ ഒരു പ്രതികരണം. എല്ലാ ദിവസവും ചെന്ന് മുട്ടുകുത്തും, അപ്പാ
ഇന്ന ഇന്ന കേസുകളുണ്ട്, അങ്ങ് എന്ത് പറയുന്നു എന്ന് ചോദിച്ച് അതിനോട് പ്രതികരിക്കും. ഈ ഫ്യൂണറലിലാണ് നമ്മുടെ ദൈവം തന്നെ ഇറങ്ങി ചെന്നത്. ബിക്കോസ് പിതാവായ ദൈവത്തിന് അറിയാം ഇത് ഞാൻ ഇറങ്ങി നടത്തേണ്ട ഒരു ഫ്യൂണറലാണ്. ഈ ദൈവം തന്നെ താഴോട്ട്, ഞാൻ വാക്യങ്ങൾ വായിക്കുന്നില്ല, എന്റെ സമയം കഴിഞ്ഞു പോയല്ലോ, നിങ്ങൾ ആ വാക്യങ്ങൾ വായിച്ചാൽ മതി. താഴോട്ട് പറയുന്നുണ്ട്, യഹോവ ആ ഫ്യൂണറൽ നടത്തി. യഹോവയ്ക്ക് മാത്രമേ ആ ഖബറ് ഇപ്പൊ എവിടാന്ന് അറിയത്തുള്ളൂ. മനുഷ്യർക്ക് വിട്ടുകൊടുത്തില്ല, ദൂതന്മാർക്ക് വിട്ടുകൊടുത്തില്ല. പ്രിയരെ, അന്ന് തൊട്ട് ഞാൻ ഹൃദയംഗമായി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് കൈമാറി ഞാൻ നിർത്തട്ടെ. ഞാൻ എപ്പോഴും ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവെ, ഒരു ജീവിതം ജീവിച്ചു തീരുമ്പോൾ എന്റെ ഫ്യൂണറലിൽ എത്ര വലിയ ആൾക്കാർ വന്നാലും ഇല്ലെങ്കിലും ഇറ്റ് ഡസ് നോട്ട് മാറ്റർ, അങ്ങ് ഉണ്ടാകണം അവിടെ എന്ന് ഞാൻ അന്ന് മുതൽ പ്രതിദിന പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നു. അത് നിങ്ങളുടെ ജീവിതത്തിലും ഒരു പ്രാർത്ഥനയായി മാറട്ടെ എന്ന് ഞാൻ കൈകൂപ്പി ഹൃദയങ്ങൾ വണങ്ങി നിങ്ങൾക്ക് കൈമാറുന്നു. പക്ഷെ ഓർത്തുകൊള്ളണം, അന്ത്യനാളിൽ അങ്ങനത്തെ ഒരു ഓവർനൈറ്റ് സക്സസ് ആകണമെങ്കിൽ, ഒറ്റ രാത്രി കൊണ്ട് ലോക സൃഷ്ടിതാവ് നിങ്ങളുടെ ഫ്യൂണറൽ വരണമെങ്കിൽ അതിന്റെ അവസാനത്തിൽ നിങ്ങൾക്ക് ഗ്രഹിക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു ജീവിതവും യഹോവ കൽപ്പിച്ചത്, യഹോവ പറയുന്നത്, പറയുന്നതല്ലാതെ ജീവിതത്തിൽ മറ്റൊരു ദർശനം ഇല്ലാതെ നിങ്ങളെ തന്നെ കാക്കണം. അങ്ങനെ കാക്കുവാൻ സഹായിക്കട്ടെ. ഇതേപോലെ ഒരു ജീവിതാന്ത്യം കൈവരിക്കുവാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ ഒരുക്കട്ടെ. അവസരം തന്ന ദേവദാസന്മാർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഒരു 4 മിനിറ്റ് എക്സ്ട്രാ പോയി എന്നോട് ക്ഷമിക്കണം. ദൈവം നമ്മളെ ഏവരെയും വചനത്താൽ ധാരാളം അനുഗ്രഹിക്കും. ആമേൻ, ആമേൻ, ആമേൻ.